താലിബാൻ തീവ്രവാദികളോടൊപ്പം മാഹിൻ നിൽക്കുന്നതാണ്. ഈ മാഹിനെ ഇസ്രായേലിലേക്ക് ചെല്ലാൻ നേരത്തെ ഓപ്പണായിട്ട് ഞാൻ പറയുകയാണ്, ഒരു മുസ്ലിം നാമധാരിയാണ്. ഇസ്രായേലിൽ കടന്നു ചെല്ലുമ്പോൾ ഈ മാഹിന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇസ്രായേലിൽ പോയ മാഹിനുമായി ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം വളരെ കൃത്യമാണ്, ക്ലിയർ ആണ്. ഒരു ഭാഗം പോലും തെറ്റിയിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് എസ് മാർട്ടിൻ ഫിലിപ്പ് എന്ന് പറയുന്ന വ്യക്തിയുടെ യൂട്യൂബിൽ വന്ന ഈ വീഡിയോ. ഇസ്രായേലിലെ മാഹിൻ ചെട്ടി പ്രയോഗം മനഃപൂർവ്വം എന്നുള്ള രീതിയിൽ ഒരു തംബ്നെയിൽ കൊടുത്തിട്ടാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത്. ആ വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ എന്താണ് മാഹിൻ ഉദ്ദേശിക്കുന്നത്, എന്ത് തരത്തിലെ കുത്തിത്തിരിപ്പാണ് മാഹിൻ ഇസ്രായേലിൽ പോയി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ, അല്ലെങ്കിൽ ഒളിച്ചു കടത്തുന്ന അജണ്ട മാഹിന്റെ എന്താണെന്നൊക്കെ നമുക്ക് വ്യക്തമാവും. നമ്മൾ ആർക്കും എതിരായിട്ടല്ല സംസാരിക്കുന്നത്, പക്ഷെ ഒരു സ്ഥലത്ത് പോയിട്ട് ചില അജണ്ടകൾ ക്രിയേറ്റ് ചെയ്ത് വീഡിയോ ചെയ്യാൻ നേരത്ത് സ്വാഭാവികമായിട്ടും എതിരഭിപ്രായം വരും. ആ എതിരഭിപ്രായം മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇസ്രായേലിലെ മാഹിനുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂയിൽ എസ് മാർട്ടിൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഇസ്രായേലിലേക്ക് വരുന്ന ആൾക്കാരൊക്കെ ഇവരെ ബന്ധപ്പെടും. പുള്ളിക്കാരൻ ഇസ്രായേലിൽ ജോലി ചെയ്ത ഒരാളാണ്, അതുകൊണ്ട് തന്നെ ബന്ധപ്പെടും. മാഹിനും പുള്ളിക്കാരനെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ ഏത് സമയത്ത് വരും, ഏത് സമയത്താണ് വരേണ്ടത്, ഏതെല്ലാം സ്ഥലങ്ങളിൽ പോകാം എന്നുള്ള രീതിയിലൊക്കെ പുള്ളിക്കാരനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാഹിൻ. അങ്ങനെ മാഹിൻ എല്ലാ തരത്തിലുള്ള സൗകര്യവും ചെയ്തു കൊടുത്തു. അപ്പോൾ മാഹിനോട് വളരെ ക്ലിയർ ആയിട്ടൊരു കാര്യം പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ വരാൻ നേരത്ത്, പ്രത്യേകിച്ച് മാഹിൻ ഒരു മുസ്ലിമാണ്, ഇവിടെ വരാൻ നേരത്ത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ചെക്കിംഗ് ഉണ്ടാവും. ചിലപ്പോൾ വിസ റിജക്ട് ചെയ്യാം, തിരിച്ചയച്ചേക്കാം, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നെല്ലാം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീഡിയോ കാണാൻ നേരത്ത് മനസ്സിലാവും. എന്നിട്ടും മാഹിൻ എയർപോർട്ടിൽ ഇരുന്ന് പറയുന്നത് 4 മണിക്കൂർ എന്നെ വല്ലാത്ത ബുദ്ധിമുട്ടിപ്പിച്ചു, എൻ്റെ ബാഗ് ഇങ്ങനെയാക്കി അങ്ങനെയാക്കി എന്നൊക്കെയുള്ള രീതിയിൽ അവിടുത്തെ എയർപോർട്ടിൽ വലിയ പ്രശ്നമാണെന്നുള്ള രീതിയിൽ പറയുന്നത് സ്വാഭാവികമല്ലേ? അത് യുദ്ധം നടക്കുന്ന ഒരു രാജ്യത്തേക്ക് പുറത്തുനിന്ന് ഒരാൾ വരാൻ നേരത്തുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടും മാഹിൻ ഉണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. ഈ ഒരു സമയത്ത് ഇപ്പോൾ ഒരു യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് ഞാനോ നിങ്ങളോ പോകുമ്പോൾ വളരെ ഫ്രീ ആയിട്ട് നമുക്ക് ഇറങ്ങി പുറത്തേക്ക് പോകാം എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ലോക മണ്ടത്തരമാണ്. മാഹിനെ പോലുള്ള ആള് ലോകത്ത് പല സ്ഥലങ്ങളും സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലോക മണ്ടത്തരമാണ്. പിന്നെ മാഹിന്റെ ഈ പ്രൊഫൈലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മാഹിന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലാണ്. ഈ പ്രൊഫൈലിൽ കയറി നോക്കാൻ നേരുന്ന മുകളിൽ കാണുന്നത് താലിബാൻ തീവ്രവാദികളോടൊപ്പം മാഹിൻ നിൽക്കുന്നതാണ്. ഈ മാഹിനെ ഇസ്രായേലിലേക്ക് ചെല്ലാൻ നേരത്തെ ഇസ്രായേലിലെ പോലീസ് അല്ലെങ്കിൽ എയർപോർട്ട് സെക്യൂരിറ്റി ഫ്രീ ആയിട്ട് പുറത്തേക്ക് വിടും എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കോമഡിയല്ലേ മാഹിനെ? അപ്പോൾ ഒരു യുദ്ധം നടക്കുന്ന സ്ഥലമാണ്, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരാളാണ് മാഹിൻ. മാഹിൻ അവിടെ ചെല്ലാൻ നേരത്തെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് മാത്രമേ മാഹിന്റെ എയർപോർട്ടിൽ അനുഭവം എന്നുള്ള രീതിയിൽ ഞാൻ കണ്ട് മനസ്സിലാക്കുന്നു. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വലിയൊരു സംഭവമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ മാഹിൻ അവിടെ പോയിട്ട് ചെയ്യുന്ന വീഡിയോസ് പലതും നമുക്ക് നോക്കാൻ നേരത്ത് മനസ്സിലാവുന്നത് ജൂതനാമ എഴുതിയ ചട്ടി വിൽക്കുന്ന എന്നുള്ള രീതിയിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേൽ ചേരികളെ അറബ് വിരുദ്ധത എന്നുള്ള രീതിയിൽ ഒരു വീഡിയോയും മാഹിൻ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഇസ്രായേൽ അല്ലെങ്കിൽ ഹമാസ് പക്ഷത്ത് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടിലാണെന്ന് തോന്നുന്നു, കേരളത്തിലാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഹമാസിനും ഇസ്രായേലിനും വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരുള്ളത്. സോ ആയിട്ട് ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ചിന്തിക്കുന്ന രീതിയിൽ തന്നെയാണ് മാഹിനും ചിന്തിച്ചത്. ഈ ഒരു സമയത്ത് അവിടെ പോയി അവിടുത്തെ വിഷയങ്ങളൊക്കെ യൂട്യൂബിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ റീച്ച് ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല വരുമാനം കിട്ടും, അത്യാവശ്യം ആൾക്കാരിലേക്കൊക്കെ വീഡിയോ എത്തും. സ്വാഭാവികമായിട്ടും മാഹിൻ അത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ സംഭവം മാറിപ്പോയത് എവിടെയാണെന്ന് വെച്ചാൽ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന മലയാളികൾ മാഹിനെതിരെ തിരിച്ചു എന്നുള്ളത്. മാഹിൻ ഒരു പള്ളിയുടെ അടുത്ത് നിൽക്കാൻ നേരത്ത് അവിടെയുള്ള മലയാളികൾ തന്നെ വന്ന് പറയുന്നുണ്ട് ഇതുപോലെ വീഡിയോ ചെയ്യരുത്. കാരണം അവരവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, അവിടെ ജീവിക്കുന്ന ആൾക്കാരാണ്, അവർ ഭയങ്കര സേഫായിട്ട് നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഇതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്ത് ആ നാട്ടിലെ പ്രശ്നങ്ങൾ മാത്രം ഉയർത്തി കാണിക്കുമ്പോൾ ചില തെറ്റിദ്ധാരണ വരുത്തുന്ന രീതിയിലുള്ള തമ്മിലും വാർത്തകളൊക്കെ കൊടുക്കാൻ നേരിട്ട് അവിടെയുള്ള മലയാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഇന്ത്യക്കാരെന്നുള്ള രീതിയിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഈ മുസ്ലിം വിഭാഗത്തിൽ പെടുന്ന ആൾക്കാർക്ക് ഒഴികെയുള്ള ആൾക്കാർക്കൊക്കെ അവിടെ ഈ കെയർ ടേക്കർ, അതായത് ഈ ഹോം നേഴ്സിനെ പോലുള്ള ജോലി കിട്ടാറുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നുള്ള മലയാളികളായിട്ടുള്ള നേഴ്സുമാരൊക്കെ നിരവധി ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്, വരുമാനം മേടിക്കുന്നുണ്ട്. ഇപ്പം മാഹിൻ മാത്രമല്ല ഒരു യൂട്യൂബറായിട്ട് ഇസ്രായേലിലേക്ക് ചെയ്യുന്നത്. മാഹിന് മുമ്പ് ഷെറിൻ ബ്ലോഗ്സ് ചെയ്യുന്നിട്ടുണ്ടായിരുന്നു. ഷെറിന്റെ വീഡിയോ ആണ് ഈ കാണുന്നത്. അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ ഉടമസ്ഥാവകാശം മുസ്ലിമിനാണെന്നുള്ള രീതിയിലുള്ള വീഡിയോസ് ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. അവിടെയും കൃത്യമായ രീതിയിൽ പുള്ളിക്കാരൻ സംസാരിക്കുന്നുണ്ട്. പക്ഷെ മാഹിന്റെ തംബ്നെയിൽ പോലെ വൃത്തികെട്ട രീതിയിലുള്ള തംബ്നെയിലും അല്ലെങ്കിൽ ചില ആൾക്കാരെ പ്രകോപിക്കുന്ന രീതിയിലുള്ള തംബ്നെയിലും ഷെറിനെ പോലുള്ള ആൾക്കാർ ചെയ്തില്ല. അല്ലെങ്കിൽ ഐപ്പൊള്ളിക്കടൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ ഐപ്പൊള്ളിക്കടനും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മാഹിൻ മാത്രമാണ് ഇപ്പം പ്രശ്നങ്ങളും അല്ലെങ്കിൽ വിമർശനവും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. 100% മാഹിൻ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളായതുകൊണ്ട് വിമർശനം കേൾക്കേണ്ടിയും വരും. എനിക്കിപ്പോഴും അല്പം എന്താണെന്ന് വെച്ചാൽ മാഹിനെ പോലുള്ള ആൾക്കാർ, അതായത് അഫ്ഗാനിസ്ഥാൻ, ഇറാൻ പോലുള്ള അറബ് രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുള്ള മാഹിൻ, അല്ലെങ്കിൽ കവർ ഫോട്ടോ ആയിട്ട് താലിബാനോടൊപ്പം തോക്കേന്തി നിൽക്കുന്ന കവർ ഫോട്ടോ ഉള്ള മാഹിനൊക്കെ ഇസ്രായേൽ പോലുള്ള ഇപ്പോൾ യുദ്ധം നടക്കുന്ന രാജ്യത്ത് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്നു, അവർ അലോ ചെയ്തു എന്നുള്ളത് തന്നെ എന്നെ ഞെട്ടിപ്പിച്ച കാര്യമാണ്. അപ്പോൾ അത്രയും അവർ സുരക്ഷാ പരിശോധനയിലൂടെ വിടുകയാണ് ചെയ്തത്. മാഹിനെ തടഞ്ഞു വെക്കുകയോ അല്ലെങ്കിൽ തിരിച്ചയക്കുകയോ ഒന്നും ചെയ്തില്ല. യുദ്ധം നടക്കുന്ന
സ്ഥലത്ത് വിട്ടു. എനിക്ക് മാഹിന്റെ വീഡിയോ ഉടായ്പാണെന്നും അജണ്ട കുത്തിക്കയറ്റി വിടുകയാണെന്നും എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു വീഡിയോയിൽ ഇസ്രായേൽ ചേരികളിലെ അറബ് വിരുദ്ധ പലരും അത് ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലും പ്രതിഷേധങ്ങൾ നടക്കാറുണ്ട്. ഈ പ്രതിഷേധം നടക്കാൻ നേരത്ത് നമ്മൾ ചുവരിലൊക്കെ പടങ്ങൾ വരച്ച് പ്രതിഷേധിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിലെ തെരുവുകളിൽ ചുവരിൽ പടങ്ങൾ വരച്ചിട്ടുണ്ട്. അത് മരണപ്പെട്ടു പോയ അവരുടെ സൈനികരുടെ, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒക്ടോബർ 7-ാം തീയതി ഹമാസ് തട്ടിക്കൊണ്ടുപോയ സ്ത്രീകളുടെ, ഇപ്പോഴും ഹോസ്റ്റേജ് ആയിട്ടിരിക്കുന്ന സ്ത്രീകളുടെ, ഇവരുടെയൊക്കെ ഫോട്ടോസാണ് അവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ഇതിന്റെ കാരണക്കാർ അറബാണ് എന്നുള്ള രീതിയിലാണ് അവർ പ്രതിഷേധിച്ചാണ് അത് വരച്ചു വെച്ചിരിക്കുന്നത്. അവിടെ മാഹിൻ പറയുന്ന ഡയലോഗ് ഇസ്രായേൽ ചേരികളിലെ അറബ് വിരുദ്ധരെന്നാണ്. അതായത് അവരുടെ ഹോസ്റ്റേജസ് ഇസ്രയേലികളായിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും ഹമാസിന്റെ കസ്റ്റഡിയിലാണ്. വർഷം 1 കഴിഞ്ഞു. അപ്പൊ അതിന്റെ പ്രതിഷേധത്തെ പോലും മാഹിൻ തിരിച്ച് ഒരു ഉൾട്ടയടിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നമ്മുടെ സൈനികരൊക്കെ പൊരുതി മരണത്തിന് കീഴടങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ നാട്ടിലും തെരുവുകളിലുമൊക്കെ സൈനികരുടെ ഫോട്ടോ വെച്ചിട്ട് നമ്മൾ ഒരു വിളക്ക് കത്തിക്കാറുണ്ട്. കാരണം നമ്മൾ അവരോടൊപ്പം നിൽക്കുന്നതാണ്. അപ്പം ചില ആൾക്കാർ വന്നിട്ട് കേരളത്തിലെ തെരുവുകളിലെ, ഇന്ത്യൻ തെരുവുകളിലെ പാകിസ്ഥാൻ വിരുദ്ധത എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓടെ എന്ന് നമ്മൾ പറയത്തില്ലേ? ഈ സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. നമ്മൾ ഒരു പ്രതിഷേധം നടത്താൻ നേരത്ത് അതിന്റെ ഉൾട്ടയടിച്ച് ഡയലോഗ് അടിക്കുക. ആ വീഡിയോയിൽ എവിടെയും ഹമാസ് എന്നോ ഇസ്രായേലി സ്ത്രീകളെ എന്തിനാണ് ഹമാസ് തട്ടിക്കൊണ്ടുപോയതെന്നോ മാഹിൻ ഒരു വാക്കുപോലും സംസാരിക്കുന്നില്ല. അപ്പൊ അതുപോലുള്ള അജണ്ടകൾ ഇതിനിടയിലൂടെ കുത്തിക്കയറ്റി വിടാൻ നേരത്ത് ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇപ്പം ഒരു സൗദി അറേബ്യ ചെല്ലുന്നു. സൗദി അറേബ്യ ചെന്ന് നമ്മൾ ആ സ്ഥലങ്ങളൊക്കെ കാണുന്നു, അതുമായി ബന്ധപ്പെട്ടുള്ള വിഷ്വൽസ് ഒക്കെ എടുക്കുന്നു. ഞാൻ അവിടെ നിന്നിട്ട് ഏതെങ്കിലും ഒരു അറബിയോട് സംസാരിക്കുന്നു. എന്നിട്ട് ഈ രാജാവിനെതിരെ ഞാൻ കുറച്ച് സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറയുകയാണ്. എന്താവും എൻ്റെ അവസ്ഥയെന്ന് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ. ഇതുപോലൊക്കെ വീഡിയോ ചെയ്യാൻ നേരത്ത് ഒരു കോർണറിലൂടെ ചില കാര്യങ്ങളൊക്കെ കുത്തിക്കയറ്റി ഒരു സൈഡ് വലിവ് കാണിച്ച് ഒരല്പം ജാതി സ്പിരിറ്റ് കാണിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു മാഹിന്റെ. കാരണം മാഹിൻ എപ്പോഴും ഫലസ്തീൻ അനുകൂല നിലപാടുകൾ സോഷ്യൽ മീഡിയയിൽ പറയുന്ന ഒരാളാണ്, എഴുതുന്ന ഒരാളാണ്, വീഡിയോ ചെയ്യുന്ന ഒരാളാണ്, ഇസ്രായേലിനെ വിമർശിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾ ഇപ്പോൾ ഇസ്രായേലിൽ ചെല്ലുമ്പോൾ അയാൾക്ക് അവിടെ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ രാജ്യം അത്രയും സേഫ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മാഹിന്റെ പ്രൊഫൈലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിരന്തരം ഇസ്രായേൽ വിരുദ്ധ വീഡിയോ ചെയ്യുന്ന ഒരാളാണ്, ഫലസ്തീൻ അനുകൂല വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ മാഹിനെ പോലുള്ള ആൾക്കാരുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുമ്പോൾ KFCക്കെതിരെയൊക്കെ സ്റ്റേറ്റ്മെന്റ് പറയും. ഇപ്പം ഇസ്രായേലിലേക്കാണ് ആ പണം എത്തുന്നത്, അതുവഴി ഫലസ്തീൻ യുദ്ധത്തിന് വേണ്ടി ഇസ്രായേൽ ഉപയോഗിക്കുന്നു, അതുകൊണ്ട് KFC ഒക്കെ നമ്മൾ കഴിക്കണോ എന്നൊക്കെ ചോദിക്കുന്ന മാഹിനാണ് ഇസ്രായേൽ വിസ എടുത്ത് പോകുന്നത്. വിസ എടുക്കാൻ നേരത്തെ ഇസ്രായേലിനാണ് പൈസ കിട്ടുന്നത്. അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരു സാധനം മേടിച്ച് കഴിക്കുമ്പോൾ, ഒരു ബ്രെഡോ ബന്നോ മേടിച്ച് കഴിക്കുമ്പോൾ പോലും ഇസ്രായേലിന് പണം ലഭിക്കുകയാണ്. അങ്ങനെ പോയിട്ട് ഇസ്രായേലിലൂടെ നടന്ന് യൂട്യൂബിൽ വീഡിയോ ഇട്ട് വരുമാനം ഉണ്ടാക്കുന്ന മാഹിനാണ് KFC കഴിക്കരുത് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഫലസ്തീന് വേണ്ടിയൊക്കെ സംസാരിക്കുന്നത് പറയുമ്പോൾ തന്നെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് കുഴമ്പം പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം കുറച്ചുകൂടെ ക്ലാരിറ്റി വന്നിട്ടുണ്ട്. മാഹിനെ അവിടെ എത്തിച്ച ഒരാൾ തന്നെ വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. ഇത് മാഹിന്റെ ഒരു അജണ്ടയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ മാഹി മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അവിടെയുള്ള മലയാളികൾ തന്നെ പറഞ്ഞു ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യരുത്, ഇതുപോലുള്ള വീഡിയോ ചെയ്യരുത്. ഇപ്പൊ മാഹിൻ മിണ്ടാതിരിക്കേണ്ട പ്രധാനപ്പെട്ട കാരണവും പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പോകുമ്പോൾ എയർപോർട്ടിൽ ചെല്ലാൻ നേരത്തെ ഇപ്പം എടുത്തു വെച്ചിരിക്കുന്ന കുറെ വിഷ്വൽസ് കാണും. ഇപ്പൊ വിവാദം ഉണ്ടായപ്പോൾ മാഹിൻ പോസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ്. അവിടുന്ന് ഫ്ലൈറ്റ് കയറി നമ്മുടെ നാട്ടിൽ എത്താൻ നേരത്ത് പോസ്റ്റ് ചെയ്യാനിരിക്കുന്നതായിരിക്കും പല വീഡിയോയും. പക്ഷേ കൃത്യമായ രീതിയിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ എയർപോർട്ടിൽ തടഞ്ഞു വെക്കും. അതുപോലെ തന്നെ ഈ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ അവർ പിടിച്ചു വെക്കും. അപ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഉടായ്പ കാണിക്കാൻ ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഇത് ഓൾറെഡി വൈറൽ വീഡിയോ ആയിട്ടുണ്ട്, പലതരത്തിലും വിമർശനം എത്തിയിട്ടുണ്ട്. ഇപ്പൊ മാഹിൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിൽ നിന്ന് 2 ദമ്പതികൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നു എന്ന് വെക്കുക. നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ കേരളത്തിൽ വരുന്നു, അവർ താമസിക്കുന്നു. രാത്രി അവർ താമസിക്കുന്ന റൂമിൽ ഒരു TV ഉണ്ട്. ആ TV വെച്ച് നോക്കാൻ നേരത്തെ മീഡിയ 1 കാണുന്നു. മീഡിയ 1 വാർത്ത നോക്കാൻ നേരത്തെ എല്ലാം ഇസ്രായേൽ വിരുദ്ധ വാർത്തയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള ആൾക്കാരെല്ലാം ഇസ്രായേൽ വിരുദ്ധരാണ് എന്ന് പറയുന്ന ലൈനാണ് ഇപ്പോൾ മാഹിൻ ഇസ്രായേലിൽ പോയി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് വ്യക്തമായി എന്ന് നിങ്ങൾക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക, അതോടൊപ്പം ജസ്റ്റ് ഒരു കമന്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു.